കല്ലിട്ട തിരുനാൾ മൂന്നാം ഭാഗം 4-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ മാത്രമല്ല എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ശില തന്നെയാണ് സഭാസ്ഥാപന ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കല്ലുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ കബറിടം അടയ്ക്കപ്പെട്ട കർത്താവിൻ്റെ കബറിടത്തിനരികിൽ സ്ഥാപിക്കപ്പെട്ട കല്ല് നമ്മുടെ ഓർമ്മയിലെത്തും. വേറെയും കല്ലിടിയിൽ കർമ്മങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഓരോ ഭവനത്തിൻ്റെയും ആരംഭത്തിൽ കല്ലിലെ കുരിശ് കൊത്തി ആ കല്ല് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പണിയപ്പെട്ട ഭവനത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മ സ്മാരകമായി നാം നാട്ടുന്നതും ഒക്കെയും നമ്മുടെ ഓർമ്മയിലുണ്ട്. കഴിഞ്ഞ തലമുറകളിലെ അതും പഴയ നിയമത്തിലെ സ്മാരക കല്ലുകൾ സ്ഥാപിക്കുന്ന കാര്യം നമുക്കറിയാം. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലെത്തി വിജയസോപാനത്തിലേക്ക് കടന്ന് മരണം വരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുവാനായി കല്ലുകൾ സ്ഥാപിക്കുക എല്ലാ മതങ്ങളിലും നിലവിലിരുന്ന ഒരു ആചാരമോ അനുഷ്ഠാനമോ ഒക്കെയാണ്. ഇവിടെ മറ്റൊരു കല്ല് കൂടി ഓർമ്മിക്കപ്പെടുകയാണ്. എല്ലാ ജനുവരി 14-ാം തീയതിയും, അതായത് മകരം 1-ാം തീയതി ഓർമ്മയിലെത്തുന്ന മണിമുഴങ്ങുന്ന ഒരു കല്ലിൻ്റെ സ്മാരകം വിശുദ്ധ ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം വരിച്ച നിമിഷത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പാറയിൽ നിന്നും അടർന്നു വീണ ഒരു കല്ലുണ്ട്. ആ കല്ലിൽ ഇന്നും ഇവിടെ കാണുന്ന പോലെയുള്ള ഒരു സാധാരണ കല്ല് വെച്ച് മുട്ടുകയാണെങ്കിൽ മണിനാദം മുഴങ്ങുന്ന ശബ്ദം അകലങ്ങളിലേക്ക് കേൾക്കുവാനായിട്ട് ആവും. ദിവസത്തിൽ 3 പ്രാവശ്യം ത്രികാല ജപം ചൊല്ലുമ്പോൾ, ത്രിസന്ധ്യാ ജപം ചൊല്ലുമ്പോൾ നാം ഒക്കെ മണിമുഴങ്ങുന്നത് കേൾക്കാറുണ്ട്. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു എന്ന പ്രാർത്ഥന ചൊല്ലി അനുസ്മരിപ്പിക്കപ്പെടുന്ന പുണ്യമുഹൂർത്തങ്ങൾ. ഇവിടെ കാറ്റാടി മലയിൽ ഇന്നും ഒരു അടയാളമായി സാക്ഷ്യമായി നിലനിൽക്കുന്ന കല്ലിൻ്റെ മണിനാദം പോലെ CMI സഭയുടെ പ്രവർത്തന മേഖലകളിൽ അത്രയും വിശുദ്ധ ചാവറയച്ചൻ്റെ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ്റെ ഓർമ്മകളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളും എല്ലാം അനുസ്മരിപ്പിക്കപ്പെടുന്നു. സർവ്വമേഖലകളിലും അദ്ദേഹം ശ്രദ്ധേയമായിരുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ അച്ചുകൂടം തുടങ്ങി മാന്നാനം പ്രസ്സും അച്ചടിപ്പുരകളും അക്ഷര പ്രവർത്തനങ്ങളും സാഹിത്യ പ്രവർത്തനങ്ങളും കവിതാ പ്രവർത്തനങ്ങളും ഒക്കെയും ഈ അടിസ്ഥാന ശിലയിൽ നിന്ന് ഉയർന്നു വന്ന ഉപശിലകളാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഈ 4-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ദൈവത്തോട് മാത്രമാണ്. ദൈവമേ കനിയേണമേ, പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗാദിനാഥനെ താതനാം ദൈവമേ, സൂനുവാം ദൈവമേ, റൂഹായാം ദൈവമേ, സകല ജനകത്തിനും സർവയുഗത്തിനും മാലാഖമാർക്കൊപ്പം രക്ഷിക്കും ദൈവമേ. വിശുദ്ധനാം കുര്യാക്കോസ് ഏലിയാസ് അച്ചനെ ജ്ഞാനത്തിൻ ദീപമായി നൽകിയ ദൈവമേ. വിശുദ്ധനാം കുര്യാക്കോസ് ഏലിയാസ് അച്ചനെ താപസശ്രേഷ്ഠനായി നൽകിയ ദൈവമേ. വിശുദ്ധനാം കുര്യാക്കോസ് ഏലിയാസ് അച്ചനെ ദീനർക്കാലംബമായി നൽകിയ ദൈവമേ എന്ന് തുടങ്ങി ഒരു ലുത്തിനിയ പോലെ വളരുന്ന ഈ പ്രാർത്ഥന പ്രസിദ്ധ സംഗീതജ്ഞൻ തോമസ് കുരിശിങ്കൻ
ഭംഗിയായി സംഗീതം ചെയ്തിരിക്കുന്നു. ഈ പ്രാർത്ഥനാ ഗാനം നമ്മുടെ മനസ്സിൽ ഉയരുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം, മാന്നാനത്തെ സകല പ്രസ്ഥാനങ്ങളുടെയും ആരംഭശില മാർ യോസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ അന്ന് അവിടെ ആരംഭിച്ചു എങ്കിൽ ഇന്നും എന്നും ജനഹൃദയങ്ങളിൽ ഈ കല്ലിട്ട തിരുനാളിൻ്റെ ഓർമ്മ ആവർത്തിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ മഹത്വവും ശ്രേയസ്സും പ്രസക്തിയും ശക്തിയും സത്യവും എല്ലാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.